പതാക വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ്. UDF മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് ദേശീയ പദവി നിലനിർത്താനാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുകയാണ് പിണറായി വിജയന്റെയും BJPയുടെയും ലക്ഷ്യമെന്നും PMA സലാം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു PMA സലാമിന്റെ മറുപടി. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. സമീർ, ഇന്നലെ നമ്മൾ കണ്ടതാണ്, കൊടി അവിടെ ഉണ്ടായില്ല, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, മുഖ്യമന്ത്രിയുടെ പരാമർശം, വിമർശനം ഒക്കെ തന്നെ. PMA സലാമിന്റെ മറുപടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു? സ്മിത, കഴിഞ്ഞ ദിവസമാണ് ഈ വയനാട് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഈ കൊടി വിവാദം ആരംഭിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിം ലീഗിന്റെ പതാക പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ പതാക ഉയർത്താൻ അല്ലെങ്കിൽ പതാകയുടെ സാന്നിധ്യം വേണ്ട എന്നുള്ളതായിരുന്നു നിലപാട്. ഇതേ തുടർന്നുള്ള പ്രതിഷേധമാണ് അല്ലെങ്കിൽ CPM അത് പ്രചാരണ ആയുധമാക്കി മാറ്റിയത്. ഇതിലാണ് ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രതികരണമായി എത്തിയിരിക്കുന്നത്. PMA സലാം പറയുന്നത് UDF മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് PMA സലാം പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് ദേശീയ പദവി നിലനിർത്താൻ വേണ്ടിയാണ്. കോൺഗ്രസിനെയും രാഹുലിനെയും തോൽപ്പിക്കാൻ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരം പരാമർശങ്ങൾ എന്നുള്ളതാണ് PMA സലാം വ്യക്തമാക്കുന്നത്. അത്തരം ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ പറ്റാത്തതിൽ നിരാശയാണ് മുഖ്യമന്ത്രി ഇത്തരം ലീഗിനെതിരെയും ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെയും ഈ പദവിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശം എന്നുള്ളതും PMA സലാം പറഞ്ഞു വെക്കുന്നു. കോൺഗ്രസിനെ തോൽപ്പിക്കലാണ് പിണറായിയുടെയും BJPയുടെയും ആവശ്യമെന്നും അതോടൊപ്പം തന്നെ ലാവ്ലിൻ കേസ് ഇനിയും മാറ്റിവെക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ BJPയെ സഹായിക്കുന്ന തരത്തിലുള്ള പരാമർശം. പതാക വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ്. UDF മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുകയായിരുന്നു.